തുളസി ചെടി അകാരണമായി ഉണങ്ങിയോ? ഇത് അനർത്ഥങ്ങളുടെ സൂചനയാകാം. പൂജാ പുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയായ തുളസി മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവി എന്നാണ് വിശ്വാസം. വീട്ടിൽ ഒരു തുളസി ചെടിയെങ്കിലും വേണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അത്രത്തോളം ഈശ്വരാംശവും ഔഷധമൂല്യവും ചേർന്നതാണ് തുളസി. ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടില്ലെന്നുമാണ് ഗരുഡ പുരാണം പറയുന്നത്. ഭാഗവതത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട്. സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും വിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ലക്ഷ്മി ദേവി ഖാമാർദ്ദയായി വിഷ്ണുദേവന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. ഇത് കണ്ട സരസ്വതിയും ഗംഗയും കോപാകുലരായി ലക്ഷ്മി ദേവിയെ ശപിച്ചു. ഭൂമിയിൽ ഒരു ചെടിയായി നീ ജനിക്കട്ടെ എന്നായിരുന്നു ശാപം. തുടർന്ന് ലക്ഷ്മി ദേവി തുളസിയായി ജന്മമെടുക്കുകയും ശ്രേഷ്ഠ പുഷ്പമായി മാറിയുമെന്നാണ് വിശ്വാസം. തുളസി ചെടി അകാരണമായി ഇല കൊഴിയുമ്പോഴോ ഉണങ്ങിപ്പോവുകയോ ചെയ്താൽ വീട്ടിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായി വേണം കണക്കാക്കാൻ. ഇങ്ങനെയുണ്ടാവുകയാണെങ്കിൽ ചെടി വേരോടെ പിഴുതെടുത്ത് വെള്ളത്തിൽ മുക്കിവെച്ച് ഏതെങ്കിലും ജലാശയങ്ങളിൽ ഒഴുക്കുന്നതാണ് ഉത്തമമായ പ്രതിവിധി. ചെടിയെ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത്. പിന്നീട് അതേ സ്ഥാനത്ത് മറ്റൊരു തുളസി ചെടി തീർച്ചയായും നടുകയും വേണം. പണ്ട് മിക്ക വീടുകളിലും തുളസി തറയുണ്ടായിരുന്നു. ശ്രേഷ്ഠ പുഷ്പമായി ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം തറകൾ ഒരുക്കിയിരുന്നത്. വാസ്തുപ്രകാരം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുന്നത് ആ വീടിന്റെ മുൻവാതിലിലൂടെയാണ്. അതുകൊണ്ട് പ്രധാന വാതിലിനു നേരെ മുന്നിലായി മുറ്റത്തൊരു തുളസി ചെടി നടണമെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വായു തുളസി ചെടിയിൽ തട്ടുമ്പോൾ അതിന്റെ ഔഷധ ഗുണങ്ങളും വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കും. ധാരാളം ഔഷധ ഗുണങ്ങളുമുണ്ട് ഈ ചെടിക്ക്. രാമതുളസി, കൃഷ്ണതുളസി, കാട്ടുതുളസി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള തുളസിയുമുണ്ട്. കരിഞ്ഞ തുളസിയാണെങ്കിൽ പോലും നിലത്ത് വീണാൽ ചവിട്ടരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് അത്രത്തോളം പവിത്രമാണ്. അതുപോലെ തുളസി തറയിൽ ഏതെങ്കിലും തരത്തിലുള്ള കളകളുണ്ടെങ്കിൽ അത് നിത്യേന പറിച്ച് വൃത്തിയാക്കണം. ചിലകളോ മലമൂത്ര വിസർജനങ്ങളോ തുളസി തറയ്ക്ക് ചുറ്റും പാടില്ല. ക്ഷേത്രങ്ങളിൽ പൂജാപ്രസാദമായി തരുന്ന തുളസി ചെവിയിൽ വയ്ക്കുന്നത് ആധ്യാത്മികമായും ശാസ്ത്രീയമായും വളരെ നല്ലതാണ്. തുളസിയിലുള്ള ഔഷധ ഘടകങ്ങൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് വൃക്കകളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ സഹായിക്കുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ആചാരങ്ങൾ എന്നതിലുപരി ഇതിനൊരു ശാസ്ത്രീയ വശം കൂടെയുണ്ട്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.